സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ ക്വീനി എന്ന ചാപ്റ്റർ എന്ന യൂണിറ്റ് ആണ്. ഐ തിങ്ക് ദിസ് യൂണിറ്റ് ഈസ് ഫ്രം ദ മൊഡ്യൂൾ 3. ലെറ്റ്സ് മൂവ് ഓൺ. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ സ്റ്റാൻസ് ഒബ്ജക്ഷൻ ടു ദ നെയിം ക്വീനി. ക്വീനി എന്ന പേരിന് സ്റ്റാനിന്റെ ഒബ്ജക്ഷൻ, എന്തുകൊണ്ടാണ് ആ ഒരു പേര് വേണ്ട അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് ചെയ്തിരുന്നത്. Stan disliked the name Queenie because he thought it was childish and improper. അത് ചൈൽഡിഷ് ആണ്, ഇംപ്രോപ്പർ ആയതാണ്, അത് കൃത്യമായിട്ടുള്ള പേരല്ല, അതല്ലെങ്കിൽ ഒരു കുട്ടിത്വം നിർണ്ണയിക്കുന്നതാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള ഒരു ന്യായമാണ് സ്റ്റാന് ഈ പേരിനെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പേരിനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള കാരണം. He wanted her to be called by her real name, Lena, as a way of controlling her and showing authority in their relationship. അവരുടെ ബന്ധത്തിൽ ഒരു അതോറിറ്റി കാണിക്കുവാനും അതുപോലെ തന്നെ അവളെ കൺട്രോൾ ചെയ്യുന്നു എന്ന രീതിക്ക് കാണിക്കുവാനുമാണ് അവളുടെ യഥാർത്ഥ നാമമായിട്ടുള്ള ലെന എന്ന പേരുകൊണ്ട് അവളെ അഭിസംബോധന ചെയ്യാൻ അവൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അവന് മറ്റു ക്വീനി എന്ന നാമത്തെ അവൻ ഒബ്ജക്റ്റ് ചെയ്തിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ക്വീനി ഇൻ ടു ക്രിസീസ് ലൈഫ്. ക്വീനിയെ ക്രിസിയുടെ ജീവിതത്തിലേക്ക് നയിക്കുവാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ക്വീനി കെയിം ഇൻ ടു ക്രിസീസ് ലൈഫ് വെൻ ക്രിസീസ് ഫാദർ മാരിഡ് ക്വീനീസ് മദർ. ക്വീനി ക്രിസിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ക്രിസിയുടെ ഫാദർ ക്വീനിയുടെ അമ്മയെ വിവാഹം ചെയ്തപ്പോഴാണ്. ദിസ് മെയ്ഡ് ക്വീനി ആൻഡ് ക്രിസി സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ക്വീനിയും ക്രിസിയും സ്റ്റെപ്പ് സിസ്റ്റേഴ്സായി മാറി. ആൻഡ് though they were not close in age, Chrissy admired Queenie's beauty and lively nature. അവർ രണ്ടുപേരും ഏകദേശം ഒരേ വയസ്സിലല്ലായിരുന്നുവെങ്കിലും ക്രിസി എപ്പോഴും ക്വീനിയുടെ സൗന്ദര്യത്തിലും അവരുടെ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു പ്രകൃതിയിലും അഡ്മയർ ചെയ്തിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ക്വീനി വർക്ക് ഫോർ മിസ്റ്റർ വോഗ്വില. വോഗിലയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ക്വീനി വർക്ക് ചെയ്യുന്നത്. ക്വീനി വർക്ക് ഫോർ മിസ്റ്റർ വോഗില, എ പിയാനോ ടീച്ചർ, ടു ഏൺ മണി. പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ വോഗില എന്ന പിയാനോ ടീച്ചർക്ക് വേണ്ടി അവർ വർക്ക് ചെയ്തത്. Her work included helping around his house and playing music, but it also connected her to Stan, who was one of Mr. Vogila's tenants. ഇവിടെ ഇങ്ങനെ അവരുടെ വീട്ടിലിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കേവലമായിട്ടുള്ള വീടുമായിട്ടുള്ള ചോഴ്സ് ആയിരുന്നു അവൾ എപ്പോഴും വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കും ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർക്ക് ചെയ്തിരുന്നു. ബട്ട് ഇറ്റ് ഓൾസോ കണക്റ്റഡ് ടു സ്റ്റാൻ. പക്ഷെ ഈ ഒരു ബന്ധം അവരെ സ്റ്റാനുമായിട്ട് കണക്ട് ചെയ്തു. സ്റ്റാൻ ആരായിരുന്നു? മിസ്റ്റർ വോഗിലയുടെ ഒരു കുടിയാന്മാരിൽപ്പെട്ട, അതായത് അവരുടെ വോഗിലയുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളായിരുന്നു. നാലാമത്തെ നോക്കൂ. അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ചേഞ്ച് ഇൻ ക്വീനീസ് അപ്പിയറൻസ്. ക്വീനിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അപ്പിയറൻസിൽ വന്ന മാറ്റത്തിന്റെ പ്രാധാന്യം എന്താണ്. ആഫ്റ്റർ മാരിങ് സ്റ്റാനെ കല്യാണം കഴിച്ചതിന് ശേഷം ക്വീനീസ് ബ്രൈറ്റ് ആൻഡ് യൂത്ത്ഫുൾ ലുക്ക് ഫെയ്ഡഡ്. ക്വീനിയുടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ യുവത്വം തുളുമ്പുന്ന ആ രൂപം മാറി, അത് മാഞ്ഞു. ഷീ ബിഗാൻ ഡ്രസ്സിംഗ് പ്ലെയിൻലി ആൻഡ് സീംഡ് ടയേർഡ് ആൻഡ് നെർവസ്, ഷോയിങ് ഹൗ ഹെർ ഫ്രീഡം ആൻഡ് ജോയ് വെർ സ്ലോലി ടേക്കൺ അവേ ബൈ ഹെർ അൺഹാപ്പി മാരേജ്. അവള് ഭയങ്കര ടയേർഡ് ആയിട്ടും നെർവസ് ആയിട്ടുമാണ് കാണപ്പെട്ടിരുന്നത്. അവള് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്. അതേപോലെ തന്നെ അവളുടെ ഇത് കാണിച്ചിരുന്നത് എന്താണ്? അവളുടെ ഫ്രീഡവും അവളുടെ സന്തോഷമെല്ലാം പതിയെ അവളുടെ ഈ നിരാശാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും സന്തോഷമില്ലാത്ത ഈ വിവാഹം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഇനി ബുഫല്ലോ ബിൽ എന്താണ്? ബുഫല്ലോ ബിൽ വാസ് നിക് നെയിം ക്വീനി യൂസ്ഡ് ഫോർ എ ഹോഴ്സ്, സ്റ്റാച്യു ഓർ ഫിഗർ ഇൻ ദർ നെയ്ബർഹുഡ് വെൻ ഷീ വാസ് യങ്ങർ. ക്വീനിയുടെ ചെറുപ്പത്തിൽ അവൾ കണ്ടിരുന്ന അവരുടെ നാട്ടുഇടങ്ങളിൽ അല്ലെങ്കിൽ നാട്ടുമുറ്റത്ത് കണ്ടിരുന്ന ഒരു ഹോഴ്സ് എന്ന ഫിഗറിനെയാണ് അല്ലെങ്കിൽ ഒരു ഹോഴ്സിന്റെ സ്റ്റാച്ചുവിനെയാണ് അവൾ ബുഫല്ലോ ബിൽ എന്ന് ചില്ലനാമമിട്ട് വിളിച്ചിരുന്നത്. ഇറ്റ് ബിക്കെയിം എ സിംബൽ ഓഫ് ഹെർ ചൈൽഡ്ഹുഡ് ഡ്രീംസ് ആൻഡ് ഇമാജിനേഷൻ. അവരുടെ ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന അവരുടെ സ്വപ്നങ്ങളുടെയും അവരുടെ ഭാവനകളുടെയും എല്ലാം തന്നെ ഒരു സിംബൽ ആയിട്ടാണ് ഇത് വർത്തിക്കുന്നത്. വിച്ച് ലേറ്റർ കോൺട്രാസ്റ്റഡ് വിത്ത് ഹെർ റെസ്ട്രിക്റ്റഡ് അഡൾട്ട് ലൈഫ്. പിന്നീട് നമുക്ക് കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവൾക്ക് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഇത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് മിസ്റ്റർ ഹോവി ടെൽ ക്രിസി. ഹോവി ക്രിസിയോട് പറഞ്ഞത് എന്താണ്? മിസ്റ്റർ ഹോവി ടോൾഡ് ക്രിസി ദാറ്റ് ക്വീനി ഹാഡ് ബീൻ സീൻ വിത്ത് സ്റ്റാൻ ഇൻ ടൊറന്റോ ആഫ്റ്റർ ഹെർ ഡിസപ്പിയറൻസ്. ക്വീനി ഡിസപ്പിയർ ചെയ്തതിനു ശേഷം, അപ്രത്യക്ഷമായതിനു ശേഷം ക്വീനിയെ സ്റ്റാനുമായി ടൊറന്റോയിൽ അവർ കണ്ടു എന്നാണ് മിസ്റ്റർ ഹോവി പറഞ്ഞത്. ഹിസ് വേർഡ്സ് ഗേവ് ക്രിസി സം ഹോപ്പ് ദാറ്റ് ക്വീനി വാസ് അലൈവ്, but also made her realize she might never see her step sister again. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ക്രിസിക്ക് അവളുടെ സിസ്റ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു സമാധാനവും ഒരു പ്രതീക്ഷയും തോന്നിയെങ്കിലും അവൾക്ക് മറ്റൊരു തിരിച്ചറിവ് കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അവൾ ചിലപ്പോൾ ഇനി അവളുടെ
സഹോദരിയെ സിസ്റ്ററെ കാണുക തന്നെയില്ല. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ക്വീനി കോണ്ടാക്ട് ക്രിസീസ് ഡാഡ് വെൻ ആഫ്റ്റർ ഷീ സ്റ്റാർട്ടഡ് ലിവിംഗ് വിത്ത് സ്റ്റാൻ? സ്റ്റാനിനോട് കൂടെ ജീവിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ക്വീനി ക്രിസിയുടെ ഡാഡിനെ വിളിച്ചത്? ക്വീനി കോണ്ടാക്ടഡ് ക്രിസീസ് ഡാഡ് ടു അപ്പോളജൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെർ സഡൻ മാരേജ് ടു സ്റ്റാൻ. സ്റ്റാനിനോടുള്ള പെട്ടെന്നുണ്ടായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും അപ്പോളജി കൊടുക്കുവാനും അല്ലെങ്കിൽ അപ്പോളജി പറയാനും സോറി പറയുവാനുമാണ് ക്രിസിയുടെ അച്ഛനോട് ക്വീനി കോണ്ടാക്ട് ചെയ്തത്. ഷീ വാണ്ടഡ് സം അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടു ഷോ ദാറ്റ് ഷീ ഹാഡ് നോട്ട് കംപ്ലീറ്റ്ലി കട്ട് ടൈസ് വിത്ത് ഹെർ ഫാമിലി. ഇവൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നു ദാറ്റ് അവളുടെ ഫാമിലിയുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. ഇനി ആരാണ് മാരിഗോൾഡ്? മാരിഗോൾഡ് വാസ് എ ഫ്രണ്ട് ഓഫ് ക്വീനി ഹു ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗിൽ താമസിച്ച ക്വീനിയുടെ കൂട്ടുകാരനാണ് മാരിഗോൾഡ്. കൂട്ടുകാരിയാണ്. ഷീ വാസ് മോർ പ്രാക്ടിക്കൽ ആൻഡ് കോൺഫിഡന്റ്. അവരെന്താണ്, പ്രാക്ടിക്കലും കോൺഫിഡന്റുമാണ്. സെർവിങ് ആസ് എ കോൺസ്റ്റന്റ് കോൺട്രാസ്റ്റ് ടു ക്വീനീസ് ഇമോഷണൽ ആൻഡ് അൺസർട്ടൻ നേച്ചർ. ക്വീനിയുടെ ഇമോഷണൽ ആയിട്ടുള്ള അൺസർട്ടൻ ആയിട്ടുള്ള ഒരു പ്രകൃതം അതിന് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് നമ്മുടെ മാരിഗോൾഡ് ആയിക്കോട്ടെ വളരെ പ്രാക്ടിക്കലും കോൺഫിഡന്റുമായിരുന്നു. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ റീസൺ വൈ ക്രിസി ലോസ്റ്റ് ഹെർ ജോബ് ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം തന്നെ ക്രിസിക്ക് എന്തുകൊണ്ടാണ് ജോബ് നഷ്ടപ്പെട്ടത്? ക്രിസി ലോസ്റ്റ് ഹെർ ജോബ് ബിക്കോസ് ഷീ വാസ് ടു ഷൈ നെർവസ് ടു ഹാൻഡിൽ ഹെർ ഡ്യൂട്ടീസ് പ്രോപ്പർലി. അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റികൾ, ഡ്യൂട്ടികൾ അവർ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഷൈയും നെർവസുമായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ദിവസം തന്നെ ക്രിസിയുടെ ജോബ് പോയത്. ഹെർ ലാക്ക് ഓഫ് കോൺഫിഡൻസ് മെയ്ഡ് ഹെർ അപ്പിയർ ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹെർ എംപ്ലോയർ ഡിസൈഡഡ് ടു ലെറ്റ് ഹെർ ഗോ ഇമ്മീഡിയറ്റ്ലി. അവളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ അവളെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായി കാണിക്കുകയും അതുകൊണ്ട് തന്നെ അവളുടെ ജോലി നൽകുന്ന ആൾ എന്ത് ചെയ്തു, എംപ്ലോയർ എന്ത് ചെയ്തു, അവളെ അപ്പൊ തന്നെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. വൈ ഡിഡ് ക്രിസി സേ ദാറ്റ് ഹെർ ഫാദർ വാസ് റോങ് അബൌട്ട് എവറിത്തിങ്? തന്റെ ഫാദർ എല്ലാത്തിനെ കുറിച്ചും തെറ്റായിട്ടാണ് ചിന്തിച്ചതെന്ന് എന്തുകൊണ്ടാണ് ക്രിസി പറയുന്നത്? അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്, ഡാഡ് പറയുന്നത് എല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസി സെഡ് ഹെർ ഫാദർ വാസ് റോങ് അബൌട്ട് എവറിത്തിങ് ബിക്കോസ് ഹിസ് ജഡ്ജ്മെന്റ്സ് അബൌട്ട് പീപ്പിൾ ഓഫൻ പ്രൂവ് ടു ബി ഫാൾസ്. ഡാഡ് എപ്പോഴും ആളുകളെ കുറിച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ, ആളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം തെറ്റാണെന്നാണ് പിന്നീട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹി ബിലീവ്ഡ് ക്വീനി വാസ് ഫൂളിഷ് ആൻഡ് സ്റ്റാൻ വാസ് എ റെസ്പോൺസിബിൾ മാൻ. അവൻ വിചാരിച്ചിരുന്നത് പിന്നെ ക്വീനി ഒരു മണ്ടിയായിട്ടുള്ള ഒരു പെണ്ണാണ്, അതുപോലെ തന്നെ സ്റ്റാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ടുള്ള ഗൗരവമുള്ള ഒരാണാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ക്രിസി റിയലൈസ് ദാറ്റ് ഹെർ ഫാദർസ് സ്ട്രിക്റ്റ് ആൻഡ് ഓൾഡ് ഫാഷൻ ഐഡിയാസ് അബൌട്ട് റിജിഡ് ആൻഡ് റോങ് റൈറ്റ് ആൻഡ് റോങ് ഡിഡ് നോട്ട് ഫിറ്റ് റിയൽ ലൈഫ്. തന്റെ അച്ഛൻ വിചാരിച്ചിരുന്ന ഫാദറിന്റെ സ്ട്രിക്റ്റും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ചിന്തകളും എന്താണ് നമ്മുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതല്ല എന്ന് അവള് മനസ്സിലാക്കി. ഹിസ് ഒപ്പീനിയൻസ് വെർ ബേസ്ഡ് ഓൺ അപ്പിയറൻസസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്ത് കാണുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരുന്നു, മറിച്ച് അവർ കാര്യങ്ങൾ കൃത്യമായി യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ളതല്ല. ദിസ് മേഡ് ക്രിസി സീ ദാറ്റ് ഈവൻ അഡൾട്ട്സ് കുഡ് മിസ്അണ്ടർസ്റ്റാൻഡ് ലവ്, റിലേഷൻഷിപ്പ് ആൻഡ് ദ ട്രൂ നേച്ചർ ഓഫ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ ക്രിസിക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലായിരുന്നു ഈവൻ അഡൾട്ട്സിനും വയസ്സായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ അഡൾട്ട്സിനും എന്താണ് ലവിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവാം, റിലേഷൻസിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച്, യഥാർത്ഥ പ്രകൃതിയെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്ന് ക്വീനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ഓഫ് ദ മോർണിംഗ് ഓഫ് ക്വീനീസ് ഫസ്റ്റ് ഡിസപ്പിയറൻസ്. ക്വീനിയുടെ ആദ്യത്തെ അപ്രത്യക്ഷമാവൽ, അന്നത്തെ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവന്റ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓൺ the morning of Queenie's first disappearance, everything seemed ordinary at first. എല്ലാം ആദ്യം നോർമലായിട്ടാണ് ഫീൽ ചെയ്തത്. സ്റ്റാൻ went to work. സ്റ്റാൻ വർക്ക് ചെയ്യാൻ പോയി. and Queenie was alone in their apartments. Queenie തന്റെ അപ്പാർട്ട്മെന്റിൽ ഒറ്റക്കായിരുന്നു. later she suddenly packed her things and left without telling anyone she was going. പിന്നീട് പെട്ടെന്നാണ് അവൾ എന്ത് ചെയ്തത്, ആരോടും പറയാതെ എല്ലാം പാക്ക് ചെയ്ത് പോയത്. when Chrissy and her father found out, ഇത് ക്രിസിയും ഫാദറും തിരിച്ചറിഞ്ഞപ്പോ they were shocked and worried. അവർ ഷോക്ക് ആവുകയും ഭയപ്പെടുകയും ചെയ്തു. No one knew if she had run away for freedom or something had gone wrong in her marriage. അവള് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ഓടിപ്പോയതാണോ, അല്ലെങ്കിൽ അവളുടെ വൈവാഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് അവർ ഭയപ്പെട്ടു. Her sudden vanishing became a mystery that deeply affected Chrissy. അവളുടെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു അപ്രത്യക്ഷമാവൽ അല്ലെങ്കിൽ അപ്രത്യക്ഷമാവൽ അവളെ ക്രിസിയെ വളരെ ആഴത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Analyze Mr. Vogila's attitude towards Chrissy when she visited them in Toronto. Chrissy മിസ്റ്റർ വോഗിലയെ ടൊറന്റോയിൽ വിസിറ്റ് ചെയ്തപ്പോൾ എന്താണ് അവരുടെ
മിസ്റ്റർ വോഗിലയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളതാണ്. വെൻ ക്രിസി വിസിറ്റഡ് ക്വീനി ആൻഡ് സ്റ്റാൻ ഇൻ ടൊറന്റോ, മിസ്റ്റർ വോഗില ബിഹേവ്ഡ് പൊളൈറ്റ്ലി ബട്ട് ഡിസ്റ്റന്റ്ലി. പൊളൈറ്റ് ആയിട്ടാണ് മിസ്റ്റർ വോഗില ക്വീനിയെയും സ്റ്റാനെയും ടൊറന്റോയിൽ ക്രിസി വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ എന്താണ് ബിഹേവ് ചെയ്തത്. പക്ഷെ ഡിസ്റ്റന്റ് ആയിട്ടാണ്, വളരെ വിദൂരത്തിൽ അല്ലെങ്കിൽ അറിയാത്ത പോലെയാണ് ചെയ്തത്. ഹി ട്രീറ്റഡ് ക്രിസി ആസ് എ ചൈൽഡ് ഹു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അഡൽട്ട് മാറ്റേഴ്സ്. അവൻ എന്താണ് പക്വതയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാവാത്ത ഒരാളായിട്ടാണ് പിന്നെ ക്വീനിയെ ട്രീറ്റ് ചെയ്തത്. ഹിസ് മാനർ വാസ് ഫോർമൽ ആൻഡ് സംടൈംസ് അൺകംഫർട്ടബിൾ. അവരുടെ മാനറിസങ്ങൾ ചിലപ്പോൾ എന്താണ് ഫോർമൽ ആയിരുന്നു, പക്ഷേ അത് അൺകംഫർട്ടബിൾ ആയിട്ടാണ് ക്വീനിക്ക് ഫീൽ ചെയ്തത്. ഷോയിങ് ദാറ്റ് ഹി വാസ് എ പ്രൗഡ് മാൻ ഹു ലൈക്ക് ടു മെയിൻറ്റെയിൻ കൺട്രോൾ. അത് എന്താണ് ഇത്തരം അവരുടെ ആറ്റിറ്റ്യൂഡുകൾ കാണിച്ചത്, അദ്ദേഹം ഒരു പ്രൗഡ് മാൻ ആയിട്ട് ഇങ്ങനെ സ്വയം കാണിച്ചു നടക്കുക അല്ലെങ്കിൽ പ്രഹസനം കാട്ടി നടക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? ഹു ലൈക്ക് ടു മെയിൻറ്റെയിൻ കൺട്രോൾ, എല്ലാം എന്താണ് പറയുക, സ്വയം കൺട്രോളിൽ കൊണ്ടുവന്ന് നടക്കുന്ന ഒരാളായിട്ടാണ് അയാൾ സ്വയം പ്രത്യക്ഷപ്പെട്ടത്. തോ ഹി വാസ് ഇൻ റൂഡ്, ആള് റൂഡ് ആയിരുന്നില്ല എങ്കിലും ഹി മേഡ് ക്രിസി ഫീൽ ഔട്ട് ഓഫ് പ്ലേസ് ആൻഡ് സ്മോൾ. ഈ യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ടൊറന്റോയിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് അവളെ സ്ഥലത്തിന് യോജിച്ച ആളല്ല അവൾ എന്ന് കാണിക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹം നിന്നിരുന്നത്. ഹിസ് ആറ്റിറ്റ്യൂഡ് റിഫ്ലക്റ്റഡ് ദ അപ്പർ ക്ലാസ് ആർഗൻസ് ദാറ്റ് മുൺറോ ഓഫൺ ഹൈലൈറ്റ്സ് ഇൻ ഹെർ സ്റ്റോറീസ്. മുൺറോ അവരുടെ കഥകളിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന അപ്പർ ക്ലാസിന്റെ ഒരു അഹങ്കാരം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ റിഫ്ലക്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ വോഗില. ഇത് ശ്രദ്ധിച്ചു നോക്കാം. യു ക്യാൻ ജസ്റ്റ് സ്റ്റഡി ഇറ്റ് ആസ് ഇറ്റ് ഈസ്. മിസ്റ്റർ വോഗില ഇസ് എ സ്ട്രിക്റ്റ് ആൻഡ് കൾച്ചേർഡ് മാൻ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല കൾച്ചറുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനാണ്. പ്രൗഡ് ഓഫ് ഹിസ് സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അദ്ദേഹം അഭിമാനിക്കുന്നു. ആസ് എ പിയാനോ ടീച്ചർ, എന്ന അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് അദ്ദേഹം അഭിമാനിക്കുന്നു. ഹി ലൈക്സ് ഓർഡർ, ഡിസിപ്ലിൻ ആൻഡ് റെസ്പെക്ട് ആൻഡ് എക്സ്പെക്ട്സ് അതേഴ്സ് ടു ബിഹേവ് അക്കോർഡിംഗ് ടു ഹിസ് സ്റ്റാൻഡേർഡ്സ്. എല്ലാവരും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവം കാട്ടണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് കൃത്യമായിട്ടുള്ള ഓർഡറും ഡിസിപ്ലിനും റെസ്പെക്റ്റും എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഹി ക്യാൻ ബി കോൾഡ് ആൻഡ് കൺട്രോളിംഗ് ആസ് സീൻ ഇൻ ദ വേ ഹി ട്രീറ്റ്സ് ബോത്ത് ക്വീനി ആൻഡ് സ്റ്റാൻ. ക്വീനിയെയും സ്റ്റാനെയും കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അദ്ദേഹം കോൾഡും കൺട്രോളിംഗുമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ടാലന്റഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ്, അദ്ദേഹം ടാലന്റഡ് ആണ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണ് എങ്കിൽ കൂടി ഹി ലാക്സ് വാംത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹത്തിന് ഒരു നന്മയുടെ ചൂടും അദ്ദേഹത്തിന്റെ മനസ്സിലാക്കലും അല്ലെങ്കിൽ തിരിച്ചറിവും എല്ലാം തന്നെ അദ്ദേഹത്തിന് കുറവുണ്ട്. ഹിസ് ക്യാരക്ടർ ഷോസ് ഹൗ അതോറിറ്റി ആൻഡ് റിഫൈൻമെന്റ് ക്യാൻ സംടൈംസ് ഹൈഡ് സെൽഫിഷ്നെസ് ആൻഡ് ഡോമിനൻസ്. എങ്ങനെയാണ് അതോറിറ്റിയും അല്ലെങ്കിൽ റിഫൈൻമെന്റും ചില സമയത്ത് പിന്നെ സെൽഫിഷ്നെസ്സും അതുപോലെ തന്നെ അധികാരവും എല്ലാം തന്നെ മറച്ചു വെക്കുന്നത് നമുക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വീനി ഡിസ്ക്രൈബ്സ് ഹെർ സെൽഫ് ആസ് എ ക്രീച്ചർ ഓഫ് ലവ്. ഒരു ലവിന്റെ ക്രീച്ചറാണ് താൻ എന്നാണ് ക്വീനി സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അവളെ സ്യൂട്ട് ആവുന്നത്? ക്വീനി's ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹെർ സെൽഫ് ആസ് എ ക്രീച്ചർ ഓഫ് ലവ് ഫിറ്റ്സ് ഹെർ ഇമോഷണൽ നേച്ചർ. അവരുടെ ഇമോഷണൽ നേച്ചറിന് ഈ ഒരു വാക്ക് കൃത്യമായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. ഷീ ഓൾവേസ് വാണ്ടഡ് അഫെക്ഷൻ ആൻഡ് അറ്റൻഷൻ. അവൾ എപ്പോഴും അഫെക്ഷനും അറ്റൻഷനും ആഗ്രഹിക്കുന്ന ആളാണ്. ആൻഡ് ഹെർ ചോയ്സസ് വെർ ഗൈഡഡ് ബൈ ഫീലിംഗ്സ് റാദർ ദാൻ റീസൺ. യുക്തിക്കുപരിയായിട്ട് ഫീലിംഗ്സ് ബേസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ചോയ്സസ് എല്ലാവരും എപ്പോഴും ഉണ്ടായിരുന്നത്. Her marriage to Stan came from her need for love and security, even though it led to unhappiness. അവൾക്ക് നിരാശയാണ് ഉണ്ടാക്കിയതെങ്കിലും അവളുടെ സ്റ്റാനുമായിട്ടുള്ള വിവാഹം അവളുടെ എപ്പോഴും ആയെങ്കിലും തന്നെ സ്നേഹിക്കാൻ വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആങ്കിൽ തന്നെ സംരക്ഷിക്കാൻ വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ്, യുക്തിയുടെ മേലല്ല. അതുകൊണ്ട് തന്നെയാണ് അവളെ ഒരു അൺഹാപ്പി മാരേജിൽ അവിടെ കൊണ്ടെത്തിച്ചത്. ക്വീനി ബിലീവ്ഡ് ദാറ്റ് ലവ് കുഡ് സോൾവ് എവറിത്തിങ്. സ്നേഹമുണ്ടെങ്കിൽ എല്ലാം സോൾവ് ചെയ്യപ്പെടുന്ന ആൾ വിചാരിച്ചു. ബട്ട് ഹെർ സ്റ്റോറി ഷോസ് ഹൗ വൾണറബിൾ സച്ച് എ ബിലീഫ് ക്യാൻ മേക്ക് എ പേഴ്സൺ. എത്രത്തോളമാണ് ഈ ഒരു വിശ്വാസം ഒരാളെ വൾണറബിൾ ആക്കുക എന്ന് അവരുടെ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നു. ഹെർ ഡിസയേഴ്സ് ഫോർ ലവ് ഡിഫൈൻഡ് ഹെർ ലൈഫ് ബട്ട് ഓൾസോ ട്രാപ്ഡ് ഹെർ ഇൻ ഡിപെൻഡൻസ് ആൻഡ് പെയിൻ. അവളുടെ പ്രണയത്തിനോടുള്ള ഈ ഒരു ആഗ്രഹം എന്താണ് അവളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല അവൾ ഒരു എന്താണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വേദനയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവളെ കൊണ്ടെത്തിച്ചു എന്നുമാണ് ആ ക്വസ്റ്റ്യന്റെ പറയാനുള്ളത്. You can never get a good look at places people live in while they are there. എന്താണ് ഒരാളുകൾ ചില സ്ഥലത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള എന്താ പറയുക കൃത്യമായി നമുക്ക് കാണാൻ പറ്റില്ല, നോക്കി നടക്കാനും പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് മീൻസ് ദാറ്റ് when people are present, ജനങ്ങളുള്ളപ്പോൾ their homes seem normal and alive. അവരുടെ വീടുകൾ എന്താണ് നോർമൽ ആയിട്ടും അലൈവ് ആയിട്ടും തോന്നും. ബട്ട് once they leave, അവർ പോയി കഴിഞ്ഞാൽ everything looks strange and lifeless. എല്ലാതും സ്ട്രേഞ്ച് ആയിട്ടും ജീവനില്ലാത്തതുമായിട്ട് നമുക്ക് തോന്നും. ഇൻ ദ സ്റ്റോറി ക്രിസി റിയലൈസസ് ദിസ് ആഫ്റ്റർ ക്വീനി ഡിസപ്പിയേഴ്സ്.
ക്വീനി ഡിസപ്പിയേഴ്സ്. ക്വീനി അപ്രത്യക്ഷമാകുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാണാതെയാവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത്, കൃഷിക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. The apartment feels empty. അപ്പാർട്ട്മെന്റ് എംറ്റി ആയിട്ട് തോന്നുന്നു. ആൻഡ് എവറി ഒബ്ജക്ട് സീം ടു ഹോൾഡ് എ സീക്രറ്റ്. എല്ലാ കാര്യത്തിനും എന്തൊക്കെ ഒരു സീക്രറ്റ് പറയാനുള്ളത് പോലെ അവർ തോന്നുന്നു. ദ ആബ്സെൻസ് ഓഫ് പീപ്പിൾ ചേഞ്ചസ് ഹൗ വി സീ ദർ സ്പേസ്. ഇവിടെ ജനങ്ങളുടെ അസാന്നിധ്യം അല്ലെങ്കിൽ അവിടെ ഒന്നുമില്ലാത്തത്, ആൾക്കാരില്ലാത്തത്, അവരുടെ സ്പേസുകളെല്ലാം തന്നെ മാറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇറ്റ് ബിക്കംസ് എ റിഫ്ലക്ഷൻ ഓഫ് ലോസ് ആൻഡ് മെമ്മറി. അത് ഒരു ഓർമ്മയുടെ നഷ്ടത്തിന്റെയും അല്ലെങ്കിൽ മെമ്മറിയുടെ നഷ്ടത്തിന്റെയും ഒരു അടയാളമായിട്ട് നമുക്ക് കാണുന്നു. റിഫ്ലക്ഷൻ ഓഫ് ലോസ്, നഷ്ടത്തിന്റെയും ഓർമ്മയുടെയും നഷ്ടമായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. മുൺറോ യൂസസ് ദിസ് ഐഡിയ ടു ഷോ ഹൗ ഹ്യൂമൻ പ്രസൻസ് ഗീവ്സ് മീനിങ് ടു ഓർഡിനറി പ്ലേസസ്. സാധാരണയുള്ള സ്ഥലങ്ങളെ എങ്ങനെയാണ് മനുഷ്യന്റെ സാന്നിധ്യം ജീവസുറ്റതാക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യന്റെ സാന്നിധ്യം ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾക്ക് അർത്ഥം നൽകുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The Christmas party hosted by Queenie was meant to be cheerful, but it ended awkwardly. ഇവിടെ നോക്കൂ, നമ്മുടെ ക്വീനി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ക്രിസ്മസ് പാർട്ടി വളരെ ലൈവായിട്ടും ചീർഫുൾ ആയിട്ടും എല്ലാം തോന്നേണ്ടതായിരുന്നു, പക്ഷെ അത് ഓക്വേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഷീ ട്രൈഡ് ടു ക്രിയേറ്റ് എ വാം ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ വിത്ത് ഡെക്കറേഷൻസ് ആൻഡ് ഗിഫ്റ്റ് ബട്ട് സ്റ്റാൻസ് കോൾഡ് ബിഹേവിയർ സ്പോയിൽ ദ മൂഡ്. എല്ലാം അവൾ ഭയങ്കര വാമായിട്ട് വളരെ ചുറുചുറുക്കോടെ അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഫെസ്റ്റീവായിട്ട് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, അതിനുള്ള ഡെക്കറേഷൻസും ഗിഫ്റ്റും എല്ലാം തന്നെ കൊണ്ടുവന്നത്. പക്ഷെ സ്റ്റാനിന്റെ സ്വഭാവം എന്ത് ചെയ്തു, ആ മൂഡ് അങ്ങോട്ട് സ്പോയിൽ ചെയ്തു. ക്രിസീസ് നോട്ടീസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദം ആൻഡ് ഫെൽറ്റ് അൺകംഫർട്ടബിൾ. അവർ തമ്മിലുള്ള ക്വീനിയും സ്റ്റാനും തമ്മിലുള്ള ടെൻഷൻ ക്രിസി കാണുകയും അത് അവളെ അൺകംഫർട്ടബിൾ ആകുകയും ചെയ്തു. വാട്ട് ഷുഡ് ഹാവ് ബീൻ എ ജോയ്ഫുൾ ഇവന്റ് ബിക്കെയിം എ റിമൈൻഡർ ഓഫ് ക്വീൻസ് ട്രാപ്ഡ് ലൈഫ്. ഇത് നല്ല ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയി മാറേണ്ടതായിരുന്നു, പക്ഷേ ഇത് ക്വീനിയുടെ ട്രാപ്പായിട്ടുള്ള കുടുങ്ങിയിട്ടുള്ള ജീവിതത്തെ കാണിക്കുന്ന ഒന്നായി മാറി. ദ പാർട്ടി റിവീൽ ദ ക്രാക്സ് ഇൻ ഹെർ മാരേജ്. അവരുടെ വിവാഹത്തിലുള്ള ചില വിള്ളലുകൾ അതാണ് കാണിച്ചത്. ഹെർ ഡെസ്പറേറ്റ് എഫേർട്ട് ടു കീപ് അപ്പിയറൻസസ്. പക്ഷെ കാണിക്കുകയും അതുപോലെ തന്നെ അവൾ കഷ്ടപ്പെട്ട് അവളുടെ അപ്പിയറൻസ് എല്ലാം മേക്കപ്പ് ചെയ്ത് വരുന്നത് ഇവിടെ നമുക്ക് ഒരു ഡ്രാമ പോലെ നമുക്ക് കാണുന്നുണ്ട്. How did Leslie's presence influence Chrissy's interaction with Mr. Vogila? Leslie's presence made Chrissy more self-conscious and shy around Vogila. അപ്പോൾ ക്രിസി വന്ന സമയത്ത് ലെസ്ലിയുടെ പ്രസൻസ് അവളെ കൂടുതൽ സെൽഫ് കോൺഷ്യസും അതേപോലെ തന്നെ ഷൈയുമാക്കി കാണിച്ചു. ലെസ്ലി വാസ് കോൺഫിഡന്റ് ആൻഡ് ഔട്ട് ഗോയിങ്. ലെസ്ലി കോൺഫിഡന്റും അതുപോലെ തന്നെ ഔട്ട് ഗോയിങ്ങും ആയിരുന്നു. വൈൽ ക്രിസി വാസ് ക്വയറ്റ് ആൻഡ് അൺഷ്യൂർ ഓഫ് ഹെർ സെൽഫ്. ക്രിസി അവരുടെ നിശബ്ദയും അതുപോലെ തന്നെ അവളെ കുറിച്ച് തന്നെ തിരിച്ചറിയാത്ത ഒരു മട്ടിലുള്ള നിൽപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. മിസ്റ്റർ വോഗില സീം ടു പേ മോർ അറ്റൻഷൻ ടു ലെസ്ലി. അതുകൊണ്ട് തന്നെ മിസ്റ്റർ വോഗില ലെസ്ലിക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. വിച്ച് മെയ്ഡ് ക്രിസി ഫീൽ ഇഗ്നോർഡ് ആൻഡ് അൺഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ക്രിസിക്ക് തന്നെ അവഗണിക്കുന്നതായിട്ടും അല്ലെങ്കിൽ താൻ ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള ഫീലിംഗ്സ് ഉണ്ടായിട്ടുള്ളത്. This experience made Chrissy realize how easily people judge others by surface qualities like confidence and charm. ഇതോടെ തന്നെ ക്രിസിക്ക് മനസ്സിലായി എങ്ങനെയാണ് ആളുകൾ സർഫസ് ഗുണങ്ങളായിട്ടുള്ള തന്റെ സ്വഭാവങ്ങളുടെ ഉപരിതലത്തിലുള്ള കോൺഫിഡൻസും തന്റെ ചാമും കൊണ്ട് എങ്ങനെയാണ് ആളുകൾ ജനങ്ങളെ വിലയിരുത്തുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. 9th ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ വാട്ട് meant by a cut off person. Cut off person കൊണ്ട് ക്രിസി ഉദ്ദേശിച്ചത് എന്താണ്? cut off person ക്രിസി meant someone who is separate from their past and connections. തന്റെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ പഴയ കാലത്തെക്കുറിച്ചും തന്റെ ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് കട്ട് ഓഫ് പേഴ്സൺ എന്ന് ക്വീനി റെപ്രസെന്റ് ചെയ്യുന്നത്. ക്വീനി became a cut off person after she left. ക്രിസി റെപ്രസെന്റ് ചെയ്യുന്നത് ക്വീനി അവളുടെ വീടും അവരുടെ ഫാമിലിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവസാനിച്ചതിന് ശേഷം ഒരു കട്ട് ഓഫ് പേഴ്സൺ ആയി മാറി എന്നാണ് ക്രിസി പറയുന്നത്. ഷീ ട്രൈഡ് ടു ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. അവൾ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുത്താൻ ഉദ്ദേശിച്ചുവെങ്കിലും ബട്ട് ഹെർ സൈലൻസ് ഷോഡ് ഹെർ ലോൺലിനെസ്. പക്ഷേങ്കിൽ അവളുടെ നിശബ്ദത അവളുടെ ഏകാന്തതയാണ് കാണിച്ചത്. The phrase also suggests emotional isolation, how people can feel disconnected even when surrounded by others. മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലും എങ്ങനെയാണ് ആളുകൾക്ക് ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാകുന്നത് എന്ന ഒരു ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ഏകാന്തതയാണ് ഈ ഒരു ഫ്രേസ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്